ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന സാറിന്റെ ഫാമിലിയോട്, അതായത് പ്രത്യേകിച്ച് സാറിന്റെ വൈഫിനോട്, അമ്മയോട് സാർ എപ്പോഴെങ്കിലും താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? അടുക്കളയിൽ ഇരുന്ന് കസാലയിരുന്ന് ഞാൻ ഈ അപ്പമൊക്കെ കഴിച്ച് പോകുന്നു. അപ്പൊ സോഫി എന്നെ അനുഗ്രഹിച്ചു വിട്ടു. ഇങ്ങനെ ഒരു പരിപാടി ഇന്റർവ്യൂവിന് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടു. അപ്പം നന്ദി പറയാം. തീർച്ചയായിട്ടും ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എന്റെ മകളാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനം. എന്താണ് ഈ സ്വാർത്ഥത എന്നൊരു സംഗതി ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ അവളുടെ സ്പെഷ്യൽ അപ്പനാണെന്നുള്ളൊരു കരുതൽ അവള് അങ്ങനെ ഒരു ചിന്ത പോലും അവൾ കാണിക്കാതെ ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടും കാണിക്കുന്ന വാത്സല്യത്തില് ഭാഗഭാക്കാനും പങ്കാളിത്തം ഉണ്ടാകാനും അവളും കൂടെ നിൽക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് അറിയാതെ അവരോട് ഓപ്പൺ ആയിട്ട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? കാരണം രണ്ടാളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത്ര എക്സ്പീരിയൻസ്, അത് ജീവിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെന്നും കൂടെ ആലോചിക്കും. അവള് വന്നിട്ട് പിന്നെ അവിടുത്തെ ഇവിടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാട് പോലെ വരും. വളരെ വിശാലമായ ഒരു സംഭവമാണ്. നമ്മൾ ഒന്നിച്ചായി കഴിയുന്ന ഉടനെ ചിലപ്പോൾ തെറ്റുകൾ കാണും, കുറ്റങ്ങൾ കാണും, കഴിയുന്നതും ക്ഷമിക്കുക. ചെറുതൊക്കെ കണ്ടില്ല എന്ന് വയ്ക്കുക, അങ്ങനെ മുന്നോട്ട് ജീവിക്കുക. എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വൈഫും ഞാനും ഒരു നീണ്ട കാലഘട്ടത്തിലും പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നം അവസാനിച്ച് കിട്ടാനായിട്ട് എൻ്റെ മുന്നിൽ എനിക്ക് ആപ്റ്റായ വഴി എന്ന് പറയുന്നത് സൈലന്റ്.